ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ്തരങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ കുറേ നാളുകളായിട്ട് കാത്തുകാത്തിരുന്ന ദിവസം വന്നെത്തി അല്ലേ, ഇന്ന് ഓണം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ഓണം കേട്ടോ. അപ്പോൾ ഇന്ന് നാട്ടിലെല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഏകദേശം ഇവിടെ 11 മണിയായി. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു 4 മണി ആയിട്ടുണ്ടാവും, 4-4:30 ആയിട്ടുണ്ടാവും. എല്ലാവരും പായസം കുടിച്ച് അതിൻ്റെ ഒരു തിമിർപ്പിലായിരിക്കും. അപ്പം ഞങ്ങളുടെ ഓണം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ പച്ചക്കറി മുതൽ എല്ലാം അരിയാൻ തുടങ്ങുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയൊരു വീഡിയോ ആണ്. പെട്ടെന്ന് നമുക്ക് എല്ലാ കറികളൊന്നും കാണിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, ഞാൻ ഒത്തിരി കറികൾ ഉണ്ടാക്കുന്നുമില്ല. ഞാൻ അത്രയും വലിയ എക്സ്പെർട്ടൊന്നും അല്ല. അപ്പോൾ അറിയാവുന്ന രീതിയിലൊക്കെ കറികളൊക്കെ ഉണ്ടാക്കി നമുക്ക് നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കറികളൊക്കെ ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അതൊരു വേറൊരു ടേസ്റ്റ് തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ഈ ചെറിയ വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും വൺസ് അഗൈൻ ഹാപ്പി ഓണം കേട്ടോ. അപ്പോൾ ഓണത്തിന് ഇവിടുത്തെ കാലാവസ്ഥ നല്ല കാലാവസ്ഥ തന്നെയാണ്. മഴയൊന്നുമില്ല, നല്ലൊരു ചെറിയ വെയിലും ചെറിയ തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ കാലാവസ്ഥ. പിന്നെ ഈ പറഞ്ഞ പോലെ നാട്ടിലും ഞാൻ കുറച്ച് മുന്നേ മമ്മീനെയൊക്കെ വിളിച്ചപ്പോഴത്തേക്കും അവരും പറഞ്ഞു അവിടെയും മഴയൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ കുക്കറിൽ നമ്മുടെ ചെറുപയറൊക്കെ വേവിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതാണ്ട് എല്ലാം അരിഞ്ഞു കുറേ ഈ പറഞ്ഞ പോലെ കുറേ പച്ചക്കറികൾ അതും ഇതൊക്കെ എടുത്ത് പുറത്ത് വെച്ച് ഇനി എടുത്ത് വെക്കാനുണ്ട് കേട്ടോ. സേമിയ എല്ലാം ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ കാഷ്യൂനട്ട് അണ്ടിപ്പരിപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ നമ്മുടെ വെള്ളരിക്കയും എല്ലാം കൂടെ ഒന്ന് കണ്ടിച്ച് ഒരു മോരുകറി വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഓണം നമുക്ക് എപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് എപ്പോഴും സന്തോഷവും സമാധാനവും, മറ്റു ദിവസങ്ങളെക്കാട്ടും കൂടുതൽ നമുക്കൊരു ഉന്മേഷവും അല്ലേ. നമുക്ക് മറ്റു ദിവസങ്ങളിൽ കുറച്ച് മടിയൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരുടെ കാര്യമല്ല കേട്ടോ, മടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക്, പക്ഷെ ഓണത്തിൻ്റെ ദിവസം നമുക്ക് ആ മടിയൊക്കെ ഏത് വഴിയെ പോകും നമുക്കറിയത്തില്ല. അതുപോലെ നമുക്ക് പലതരത്തിലുള്ള ഫുഡ് ഉണ്ടാക്കണം എന്നുള്ള ചിന്ത അല്ലേ. അത് പ്രത്യേകിച്ച് വാഴയിലയിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആ ഒരു ഉത്സാഹമോടെ അതിൻ്റെ ഒരു മുന്നേ ഉള്ളൊരു പടിയും കൂടിയാണ് നമുക്ക് ഈ ഭയങ്കരമുള്ള ഒരു സന്തോഷവും അല്ലേ. എല്ലാ ദിവസവും നമ്മൾ വാഴയിലയിൽ നിന്നും ഫുഡ് കഴിക്കാറില്ലല്ലോ. പിന്നെ അതുപോലെ എൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡാണ്. പഴയ കാലം, കുട്ടിക്കാലം, അങ്ങോട്ടാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അത്രയും ഓർമ്മകളുണ്ടോയെന്ന് അറിയില്ല. അത്രയും ഓർക്കാനുള്ള കാര്യങ്ങളില്ല. നമുക്കെന്ന് പറയുമ്പോഴത്തേക്കും പഴയ കാലങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും എന്ത് രസമല്ലേ. നമ്മൾ മുറ്റത്ത് ഓണം വരും, ഓണത്തിൻ്റെ ദിവസം, ഓണം എന്ന് പറയേണ്ടത് ഒരു 10 ദിവസം മുന്നേ നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ നടത്തി വീട്ടിലും പറമ്പിലും റോഡ് സൈഡിലും ഉള്ള പൂക്കളും കായ്കളും കാണുന്നതെല്ലാം പറിച്ച് കൊട്ടയ്ക്കകത്തിട്ട് പിന്നെ അയൽപ്പക്കത്തെ വീട്ടിലൊക്കെ പോയി പൂവും എല്ലാം പറിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും അവിടെ നിന്നുള്ള 2 വഴക്കും എല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും അതൊന്നും നമുക്കന്നൊരു വിഷയമേ അല്ല അല്ലേ. അങ്ങനെ ആ കാലമൊക്കെ എന്ത് രസമായിരുന്നു അല്ലേ. പിന്നെ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ മുറ്റത്ത് എല്ലാ ദിവസവും 10 ദിവസം പ്രത്യേകിച്ച് നമുക്ക് ഇതുണ്ടല്ലോ നമ്പ്യാർവട്ടം, അങ്ങനെ കുറേ പൂക്കളുണ്ടായിരുന്നല്ലോ. നമ്മുടെ എല്ലാ വീടുകളിലും മുറ്റത്ത് ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പം പിന്നെ റോഡ് സൈഡിൽ കാണുന്ന ഒരു ഇലയുണ്ടല്ലോ, ഒരു പ്രത്യേകതര ഇല, നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു കളറ്, അതൊക്കെ ഈ ഓണത്തിന് മാത്രമേ ആ ഇലകളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് മുറ്റമൊക്കെ അടിച്ചു വാരി പിന്നെ ഞാൻ പൂക്കളിടുന്ന ഭയങ്കര തിരക്കിലാട്ടോ. പിന്നെ എൻ്റെ ചേച്ചിമാർക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉള്ളതായിട്ടോ എനിക്ക് അന്നും ഇന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അവർക്ക് ഈ പൂ ഇടുന്നതിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഈ പൂവൊക്കെ ഇട്ട് മുറ്റം അടിച്ചു വരും. 1 കിലോമീറ്ററോളം ദൂരത്തിലുണ്ടായിരുന്നു മുറ്റം. അത് മുഴുവൻ അടിച്ചു വാരി ഞാൻ മുറ്റത്ത് പൂക്കളൊക്കെ ഇടുമായിരുന്നു കേട്ടോ. അതൊക്കെ ഇട്ട് എന്ത് രസമായിരുന്നു ആ ഓർമ്മകൾ. പിന്നെ മരത്തിൽ ഊഞ്ഞാലൊക്കെ കെട്ടി, കയറൊക്കെ കെട്ടി ഊഞ്ഞാലാടുന്നു. അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലെ പിള്ളേർ വന്ന് കളിക്കുന്നു. പിന്നെ പള്ളിയിൽ പോകുന്നു, പള്ളിയിൽ ഓണത്തിൻ്റെ പൂക്കള മത്സരം, ഇതൊക്കെ ഓർമ്മകളായിരുന്നു. പിന്നെ സ്കൂളുകളിൽ എപ്പോഴും ഓണത്തിൻ്റെതായിട്ടുള്ള പരിപാടികളും കാര്യങ്ങളും ഇപ്പോഴും ഉണ്ട്. എങ്കിലും പഴയതിൻ്റെ അത്ര ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം നമ്മളിപ്പോൾ ആ നാടൊക്കെ വിട്ട് കുറേ നാളുകളായില്ലേ മറ്റു രാജ്യത്ത് വന്ന് താമസിക്കുന്ന, അതിൻ്റേതായിട്ടുള്ള അറിവില്ലായ്മ ഉണ്ടാകാം. അങ്ങനെ ഞാൻ ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ പഴയ കാലങ്ങൾ ഓർത്തു പോയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ്ട് ഞാനിവിടെ നമ്മുടെ കറിയൊക്കെ ഏകദേശമൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചു കേട്ടോ. ഒരു 4-5 കൂട്ടം കറികളൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ മീനും വറുത്തു കേട്ടോ. കാരണം മീൻ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് മീൻ ഇല്ലെങ്കിൽ എങ്ങനെ അകത്തോട്ട് പോകും. അപ്പോൾ ലാസ്റ്റ് പടിയാണ് ഞാൻ പായസം ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ പായസം ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ പോലെ
പാലൊക്കെ തിളപ്പിച്ച് പിന്നെ നമ്മുടെ ചൗവരി ഇതിനകത്ത് വെള്ളത്തിൽ തിളപ്പിക്കാൻ വിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ സേമിയൊക്കെ ഇതാണ്ട് വറുത്ത് വെച്ചു. പിന്നെ നട്ട്സും എല്ലാം വറുത്ത് വെച്ചു കേട്ടോ. കുറച്ച് ഏലക്ക ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇതിനകത്തോട്ട് അങ്ങ് ഇട്ടേക്കാം. ഇനിയിപ്പം നമുക്ക് ഈ ചൗവരി ഇത് ഇതിനകത്തോട്ട് ഇടാം കേട്ടോ. പാലിനകത്തോട്ട് ഒഴിക്കാവേ. ചൗവരി ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ല ടേസ്റ്റും നല്ല കാണാനുമാണെങ്കിൽ നല്ലൊരു ഭംഗിയൊക്കെ അല്ലേ. അപ്പോൾ പണ്ട് മുതലേ ഞാൻ പായസം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചൗവരി ഇടാറുണ്ട് കേട്ടോ. പറഞ്ഞ പോലെ തന്നെ നല്ല കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ് ഇന്ന്. വെയിലും പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, മഴയൊന്നുമില്ല കേട്ടോ. അത് തന്നെ വലിയ കാര്യം. നമ്മുടെ ചൗവരി ഇതുപോലെ ഇതുണ്ടോ, കണ്ണ് പോലെ ഇങ്ങനെ നല്ല തെളിഞ്ഞു വരും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ടങ്ങ് ഒഴിച്ചേക്കാവേ. ഞാൻ ഈ ചൗവരി പറയാൻ മറന്നുപോയി. ഞാൻ രാവിലെ കുറച്ച് നേരം വെള്ളത്തിൽ മുക്കി ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ കുതിർത്ത് വെച്ചിട്ടാണ് കുറേ പ്രാവശ്യം കഴുകിയിട്ടാണ് തിളപ്പിച്ചത്. ഇത് പാലിനകത്ത് കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ നല്ല കണ്ണ് പോലെ തെളിഞ്ഞ് കിടക്കുന്നുണ്ടോ. എന്ത് രസമല്ലേ. ഇതിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രുചിയൊക്കെയാണ്. പിന്നെ പണ്ട് ഞാൻ ചെറുപ്പത്തിൽ ഇത് ആദ്യമായിട്ട് എൻ്റെ ചേച്ചി ആണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് വീട്ടിൽ അവതരിപ്പിച്ചത് ഈ സംഭവം. അപ്പോൾ അന്ന് ഇത് കണ്ടപ്പോഴത്തേക്കും വലിയൊരു അത്ഭുതമായിരുന്നു. ഇതെന്നാന്നുള്ള ഒരു ചിന്തയായിരുന്നു കേട്ടോ. പിന്നെ ഇത് കോമണായി കാണാൻ തുടങ്ങിയപ്പോഴാണ് ഇത് ഇങ്ങനൊരു സംഭവമാണെന്നുള്ള കാര്യം പിടികിട്ടിയത്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ ഇതിനകത്തോട്ട് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പാലിനകത്തോട്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ നമുക്ക് ഇതിനകത്തിടാം. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ നട്ട്സും പിന്നെ കുറച്ച് നെയ്യ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നെയ്യ് അധികം ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ഞാൻ ആദ്യം നെയ്ക്കകത്താണ് ഈ പറഞ്ഞ നട്ട്സും എല്ലാം സേമിയയും എല്ലാം വറുത്തെടുത്തത്. അപ്പോൾ നമ്മുടെ പാലിവിടെ ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ഏകദേശം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇച്ചിരി കുറുകാൻ വേണ്ടി കുറച്ച് നേരം കൂടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. ഒത്തിരി വെള്ളം പോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സുഖമില്ലല്ലോ. ഇനിയിപ്പം നമ്മുടെ സേമിയ അങ്ങോട്ട് ഇടാവേ. നന്നായിട്ട് ഇളക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. ഇപ്പം തന്നെ സേമിയ 2 പാക്കറ്റ് ഉള്ളതുകൊണ്ട് നന്നായിട്ടൊരു തിക്കായിട്ടുണ്ട് കേട്ടോ. ഒത്തിരി വെള്ളം പോലെ ഇരിക്കുന്നത് എനിക്ക് താല്പര്യമില്ല. പിന്നെ മാത്രമല്ല അതിനൊരു ടേസ്റ്റ് കുറവായിരിക്കും. കുറച്ച് കുറുകി ഇരിക്കണം. നമ്മുടെ സ്പൂൺ വെച്ചൊക്കെ നമുക്ക് കോരി കുടിക്കുന്ന രീതിയിൽ. നമുക്ക് ഗ്യാസ് കുറച്ച് വെക്കാവേ. ഇനിയിപ്പോൾ ഇതിനകത്ത് കുറച്ച് നിങ്ങൾക്ക് നമ്മുടെ ഈ പറഞ്ഞ പോലെ പഞ്ചസാര കുറേ ആഡ് ചെയ്യണം. ഒത്തിരി മധുരം വേണ്ടവർ അങ്ങനെ ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമ്മുടെ ഇതും കൂടെ അങ്ങ് ഇടാം. സേമിയ ഓൾറെഡി വറുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതെല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് എൻ്റെ ഇഞ്ചിക്കറിയും കൂടി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഇഞ്ചിക്കറി യൂട്യൂബ് നോക്കി ഉണ്ടാക്കുന്നതാണ്. ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ ഫൈനൽ സ്റ്റേജ് കേട്ടോ. ഞങ്ങളുടെ ഓണം ചെറിയൊരു ഓണം കേട്ടോ. ഉള്ള കറികളും എല്ലാം വെച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ്ട് ചോറ്, ഞാൻ ഇഞ്ചിക്കറി ഉണ്ടാക്കി, മാങ്ങാച്ചാറ്, പിന്നെ നമ്മുടെ മീൻ വറുത്തതൊക്കെ ഇല്ലാതെ എങ്ങനെ ഓണം കഴിക്കും. പിന്നെ നമ്മുടെ വൻപയർ തോരൻ, ക്യാബേജ് തോരൻ, നമ്മുടെ കാ വറുത്തത്, പിന്നെ മോര് കറി, പിന്നെ ഇതാണ്ട് ഈ നമ്മുടെ ചിപ്സ് കേട്ടോ. അതിൻ്റെ പുറമെ നമ്മുടെ അടിപൊളി പായസം. സ്റ്റീവ് സാറിന് സ്കൂളിൽ നിന്ന് വന്നു. സ്റ്റീവ് സ്റ്റാർട്ട് ചെയ്തു, അനൂപ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്.